ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് ബിരിയാണിയുടെ കൂടെയും വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറികളൊന്നും തീരെ ഇല്ലെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിലും നമുക്ക് ചോറൊക്കെ നല്ല വിശാലമായിട്ട് കഴിക്കാൻ പറ്റും. ഏത് അച്ചാറെന്നല്ലേ, ലെമണും ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ് ഇന്ന് നിങ്ങൾക്കിതാ കാണിക്കാൻ പോണത്. അതിനായിട്ട് ഒരു 10-11 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ കഴുകി തുടച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതാ ഒരു നാരങ്ങ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുള്ളതാണ്. ഇതാ ഇതുപോലെ. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 3 ടീസ്പൂൺ കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, ഇത് കറക്റ്റാണ്. ഇനി ഇതൊരു ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വലുതായിട്ട്, അതായത് വലിയ ഡേറ്റ്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കുരു കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതും ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് അച്ചാറിടുന്നത്. അപ്പം എപ്പോഴും അച്ചാറിടുമ്പോൾ നമ്മൾ മൺചട്ടി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇതിലേക്ക് നല്ലെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ മുഴുവനോടെ തന്നെ ഇട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇത് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ്സ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ആദ്യമേ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് അതിൻ്റെ മുകളിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമ്മൾ നാരങ്ങ വെന്തിട്ടില്ല, നമ്മൾ വേവിച്ചല്ലല്ലോ ഇത് ചെയ്യണത്. അപ്പോൾ ഇതിലിപ്പോൾ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചതിനെ എടുക്കുന്നത്. ഇനി ഇത് 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും അത് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ്, നമുക്ക് ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. കറക്റ്റ് സമയം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ നാരങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് അതായത് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര പാനി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും അത് കുറച്ചുകൂടെ ഒന്ന് കുറുകി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അതൊരു ടേസ്റ്റ് ആവും. നമ്മളിപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ല, പിന്നീട് 4-5 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഈ ഒരു അച്ചാറിടുമ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.